ഹായ്, എൻ്റെ പേര് എബിൻ സണ്ണി. ഞാനൊരു കരാട്ടെ ഇൻസ്ട്രക്ടറും ജിം ട്രെയിനറൊക്കെ ആയിരുന്നു. ഇപ്പൊ കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. കരാട്ടെ ചെറിയ രീതിയിലൊക്കെ ഓൺലൈൻ ക്ലാസ്സും ചെറിയ രീതിയിലൊക്കെ പഠിപ്പിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ജിമ്മില് ട്രെയിനർ ഇപ്പൊ പറഞ്ഞ പോലെ ഈ പ്രശ്നമൊക്കെ ആയി ഇല്ല. പിന്നെ ഒരു കാര്യം, എന്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് അടിച്ചു കളഞ്ഞത് ഫുൾ വീഡിയോ ഇരുന്ന് കാണണം. ഞാനിപ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ കരാട്ടെ ക്ലാസ് യൂട്യൂബിലാണ് അതായത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഫുൾ ഡീറ്റെയിൽ, അതായത് എല്ലാ കാര്യവും കരാട്ടയെ കുറിച്ച് എല്ലാം, അതായത് ഫുൾ ബ്ലോഗ്സ് ബേസിക് എല്ലാം നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ കാണും ഈ ചാനലിലൂടെ. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. അതായത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കരാട്ടെ പഠിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളോ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കരാട്ടെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചിലർ കുറച്ച് പ്രായമായവർ ചിലരും ചോദിക്കും ഏത് ഏജ് ലിമിറ്റ്. കരാട്ടയ്ക്ക് അങ്ങനെ കരാട്ടയ്ക്ക് അല്ല, മാർഷൽ ആർട്സിന് ഏജ് ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല, ഏത് പ്രായമാണെങ്കിൽ പഠിക്കാം. പക്ഷെ ചിലർ കുറച്ച് പ്രായമാകുമ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ ഒരു മടി കാണിക്കും, പിന്നെ പല ജോലിയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഫുൾ പഠിക്കാം കരാട്ടെ, അത് ഫ്രീ ആയിട്ട്. അപ്പം ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആദ്യം നമ്മൾ കരാട്ടെ ആക്ച്വലി പഠിക്കുന്നത് ബോയിങ്ങും ഞാൻ ബോയിങ് ദിവസം സിമ്പിൾ ആയിട്ട് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ബോ ചെയ്യുന്നത് ഇതുപോലെ കാര്യം അടുപ്പിച്ച് നമ്മള് വി ഷേപ്പ് പോലെ വെച്ചിട്ടുണ്ടാവും. ആക്ച്വലി ജാപ്പനീസിൽ ഇത് മുസുഡാച്ചി എന്ന് പറയും, മുഷിഡാച്ചി എന്ന് പറയും. എന്നിട്ട് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ബോയിങ് ആദ്യം കാണിക്കും. ഇങ്ങനെ ചെയ്ത് ഇത്രേ ഉള്ളൂ, ഇതാണ് നമ്മുടെ സിമ്പിൾ ബോയിങ്. ഇനി ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യം മുതൽ, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ബേസിക് തൊട്ട് തുടങ്ങുന്നില്ല. പിന്നെ നമ്മൾ പല സ്റ്റാൻസസ് പഠിക്കും. ആദ്യം പഠിക്കുന്ന സ്റ്റാൻസസ് ആണ്, പിന്നെ നമ്മൾ ബ്ലോക്ക്, പഞ്ച്, ഇങ്ങനെ പല ഇതിലോട്ടും. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് പഠിക്കാനാണ് ഇപ്പൊ എല്ലാവർക്കും താല്പര്യം. എല്ലാവരും ഇങ്ങനെ ഒരു അറ്റാക്ക്, ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ബ്ലോക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അപ്പർ ബ്ലോക്ക് അഥവാ റേസിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നമ്മൾ കരാട്ടെ ഒരു മാസ്റ്റർ അടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇതാണ് പഠിപ്പിക്കുന്നത്. ആകെ ഒക്കെ എന്ന് പറയുന്നത് ഈ ഒരു സാധനം റേസിംഗ് ബ്ലോക്ക് എന്ന് പറയും. പക്ഷെ ഞാനിന്ന് ആക്ച്വലി പഠിപ്പിക്കുന്നത് ഇതല്ല, ഇത് നമ്മൾ പക്ഷെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന, കുറച്ചുകൂടെ ടെക്നിക്സ് കൂടുതൽ, മീൻസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടുതൽ വരുന്ന ഒരു ബ്ലോക്കാണ് ഇത്. കാണാം, ഇതാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ബോഡി കവർ ചെയ്ത് വേണം എടുക്കാൻ. ബോഡി കവർ ചെയ്ത് ഒരിക്കലും ഇങ്ങനെ ഒന്നും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ ബോഡി കവർ ചെയ്ത് വേണം ബ്ലോക്ക് ചെയ്യാൻ. കേട്ടോ, ഓക്കെ. ഇനി ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ബോഡി കവർ ചെയ്ത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇപ്പോൾ ഫേസിൽ ഒരു പഞ്ച് വരുമ്പോൾ നമുക്ക് ആ പഞ്ച് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. കണ്ടോ, ഒരു പഞ്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാൾ ഒരു ഫേസിൽ പഞ്ച് ബ്ലോക്ക് ചെയ്യണം. ഇനി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പറിൽ മണ്ടയിൽ ഇങ്ങനെ അടിക്കും, നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. അല്ലോ, ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരാളുടെ മുടിയിൽ പിടിച്ചു വലിച്ച ആൾ ഒരു അറ്റാക്ക് പോലെയാണ് ചെയ്യാം. പിന്നെ ഒരാളുടെ കയ്യിൽ വെച്ച് നമുക്ക് ഇങ്ങനെ, അങ്ങനെ പല ടെക്നിക്കുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇത് നോക്കാം. നമ്മൾ റേസിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് അടുത്തത്. നമ്മൾ റേസിംഗ് ബ്ലോക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഔട്ട് സൈഡിൽ കൂടെ എടുക്കും. കേട്ടോ, ഞാൻ ഇത് ബ്ലോക്കിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ബ്ലോക്ക് ഇത് നമുക്ക് ചെയ്യുന്ന, ഇതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ മിഡിലും നമ്മുടെ ഫേസ് ലെവൽ, നമ്മുടെ ചെസ്റ്റില് വയറ്റിലൊക്കെ വരുന്ന അറ്റാക്കൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ അവർ അപ്പർ ബ്ലോക്ക് കൊണ്ടാണ് ഇത്രയും ഇത് ചെയ്യുന്നത്. ആക്ച്വലി ഈ റേസിംഗ് ബ്ലോക്ക് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഒരു നെക്ക് ലെവൽ, ഫേസ് ലെവലിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ, പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന ഞാൻ ഇതിൽ ചെയ്യുന്നത് അപ്പർ ബ്ലോക്ക്. ജോർഡൻ അപ്പർ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക് ശ്രദ്ധിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ, ഡീറ്റെയിൽ ആയിട്ട് 1 2 കണോ, 1 2 1 2. ഇനി ഇനി എങ്ങനെ നമ്മളെ വയറിലൊക്കെ വയറിലൊരു അറ്റാക്ക്, ഇപ്പോൾ ഒരാൾ വയറിൽ അടിക്കുന്നത് നമുക്ക് ഈ ഇത് കൊണ്ട് തന്നെ കണ്ടോ, നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഇതിവിടെ ഡിഫെൻഡിങ് വരികയാണോ. ഇവിടെ നിന്ന് ഇങ്ങനെ കൈ എടുക്കുന്നത് നമ്മുടെ മിഡില്, ഇപ്പൊ വയറ്റിൽ നമ്മുടെ ഒരു അടി വരില്ല. പിന്നെ നമ്മുടെ ചെസ്റ്റിൽ ഒരു ബ്ലോക്ക്, പിന്നെ എന്താ ഫേസിൽ വരുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യണം. കേട്ടോ, ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു അറ്റാക്ക്. പിന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണം. ബ്ലോക്ക് കേട്ടോ, ബ്ലോക്ക് ഒറ്റ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ പല തരത്തിലുള്ള ഒരു ഡിഫെൻഡിങ്. ഇത് നമ്മൾ ഒരിക്കലും ഞാൻ
ആരെയും കുറ്റം പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല. എന്റെ ക്ലാസ് ഭയങ്കര സംഭവം ഒന്നും പറയുന്നില്ല. ആരും ഇത്ര ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ നമ്മൾ പബ്ലിക്കിൽ ഇത്ര ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബേഴ്സും പലരും വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. ഞാൻ പക്ഷെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഫുൾ, അതായത് ഈ ഒരു ഒറ്റ ബ്ലോക്ക്, ഒരു അപ്പർ ബ്ലോക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന 1 2 1 2 1 2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അടുത്ത നല്ല വീഡിയോകൾ ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.